ബ്രില്യൻ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ച് അവരുടെ സ്വപ്നം ഒക്കെ യാഥാർത്ഥ്യമാക്കിയതിന് ശേഷം നമ്മുടെ ക്യാമ്പസിലേക്ക് വീണ്ടും തിരിച്ചെത്തി അവരവരുടെ സന്തോഷമൊക്കെ നമ്മോട് പങ്കുവെക്കുന്ന ഒരു നിമിഷമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ രണ്ട് അതിഥികൾ ഇതാ എനിക്കൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്, ഗോവിന്ദ് കൃഷ്ണയും മാത്തു സോണിയും. ഇവർ രണ്ടുപേരും ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു, ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അങ്ങനെ അവർ ഒന്നിച്ച് അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള 2 മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടിയിട്ട് ഇതേ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അധ്യാപകരൊക്കെ കണ്ട് ആ ഒരു അഡ്മിഷൻ കിട്ടിയ സന്തോഷമൊക്കെ അവരുമായി പങ്കുവെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗോവിന്ദിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോൾ മോനിപ്പം അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് മദ്രാസ് മെഡിക്കൽ കോളേജിലാണല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത്? ആഗ്രഹിച്ച ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതായിട്ട് തോന്നുന്നില്ലേ? പിന്നെ അല്ലാതെ അത് വന്നിട്ട് ലൈക്ക് ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ആക്ച്വലി അച്ഛനും അമ്മയ്ക്കൊക്കെ ജോലി ചെന്നൈയിലായിരുന്നു. സോ ലൈക്ക് ചെറുപ്പം തൊട്ടേ മദ്രാസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എല്ലാവരുടെയും അതൊരു അപ്പൊ അവിടെ തന്നെ കിട്ടാന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ എത്രയായിരുന്നു മോൻ സ്കോർ? സ്കോർ 700 ഉണ്ടായിരുന്നു. 700 ആയിരുന്നു അല്ലേ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ജേണി, ബ്രില്യൻറ്റിലെ ഒരു ജേണി? ഈ ഒരു 700 എബോവ് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരൊരു സ്വപ്നമായിരിക്കും അല്ലേ, ഒരു 690, 70, 700 ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്വപ്നം അച്ചീവ് ചെയ്തപ്പോൾ എന്താണ് മനസ്സിലേക്ക് വന്നത് ആദ്യം? ശരിക്കും ലൈക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. മോഡൽ എക്സാമിനൊക്കെ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു? അവസാനൊക്കെ ആകുമ്പോഴേക്ക് എത്തിയായിരുന്നു. ആദ്യമൊക്കെ കുറെയൊക്കെ മോഡൽ എക്സാമില് തട്ടി മുടിച്ചൊക്കെ 600, 650 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു എത്തിയിരുന്നത്. പിന്നെ അവസാനൊക്കെ ആകുമ്പോഴേക്കും ഈ റേഞ്ചിൽ തന്നെ നല്ലപോലെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റി. സോ അതന്നെ നീട്ടിലേക്കും ആ മോഡൽ എക്സാം പോലെ തന്നെ വന്നു എനിക്ക് പറയാം. ഓക്കെ, എങ്ങനെയായിരുന്നു മോന് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായത്? ചെറുപ്പം മുതലേ സ്കൂൾ ടൈമിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉടലെടുത്തിരുന്നോ? ഇല്ല, എനിക്ക് +2 വരെയും മെഡിക്കൽ ഫീൽഡ് എടുക്കില്ല എന്ന് വലിയ ഉറപ്പായിരുന്നു. കാരണം അച്ഛനും അമ്മയും ഡോക്ടർമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ ആവില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു +2 വരയ്ക്കും. സോ ലൈക്ക് എനിക്ക് വേറെ പല ഫീൽഡിലേക്കായിരുന്നു താല്പര്യം, ലോ അങ്ങനെയൊക്കെ. പക്ഷെ 12th കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വളരെ പരിചയമുള്ള ചില വ്യക്തികളായിട്ട് സംസാരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹമായിരുന്നു 12th കഴിഞ്ഞിട്ട്. സോ ലൈക്ക് അതുകൊണ്ടാണ് ഞാൻ 12th ഒന്നും കാര്യമായിട്ട് നീറ്റിനെ കുറിച്ച് ആലോചിക്കാതെ 12th കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ബ്രില്യനിലേക്ക് വന്നൊരു കൊല്ലം. അപ്പോൾ ചെറുപ്പം മുതലേ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നീ ഡോക്ടർ ആവണം എന്നുള്ള രീതിയിലൊരു പിന്നെ ഉണ്ടായിരുന്നു, അവരുടെ ഒരു പാത പിന്തുടരുന്ന ഒരാളാവണം എന്നുള്ളത് അവർക്ക് ആഗ്രഹമായിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പം അച്ഛനും അമ്മയും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അവര് ചെന്നൈ രണ്ടുപേരും ആയുർവേദിക് ഡോക്ടേഴ്സ് ആണ്. വേറെ മോന് സിബ്ലിംഗ്സ് ആരെങ്കിലും? ഒരു അനിയനുണ്ട്, ഇപ്പൊ 10th പഠിക്കുന്നു. മോന്റെ സ്കൂൾ പഠനമൊക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂൾ പഠനം എല്ലാം ചെന്നൈയിൽ തന്നെയായിരുന്നു. 12th വരെയും ചെന്നൈയിലാണ് ഞാൻ പഠിച്ചത്. റിപ്പീറ്റിനാണ് ഞാൻ ഇവിടെ നാട്ടിലേക്ക് ബ്രില്യനിലേക്ക് വരുന്നത്. അപ്പോൾ 12th വരെ അവിടെ പഠിച്ചതിന് ശേഷം അതിനുശേഷമാണ് ഈ ഒരു മെഡിക്കൽ എന്നുള്ളൊരു ആഗ്രഹം, ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹം മനസ്സിലേക്ക് വന്നത് അല്ലേ. അപ്പോൾ അതിൽ ഇൻസ്പയർ ആയത് വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ഇൻസ്പയർ ആയ വ്യക്തി എനിക്ക് വളരെ പരിചയപ്പെട്ട ഒരു അങ്കിൾ ഡോക്ടർ പീയൂഷ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഡോക്ടറായിരുന്നു. ഇന്ന് ഇവിടെ കേരള ഗവൺമെന്റിലാണ് വർക്ക് ചെയ്യണത്. സോ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആസ് എൻ മെഡിസിനെ ചുമ്മാ ഡോക്ടർ ഒരു പ്രാക്ടീസ് അല്ലാതെ ആ മെഡിസിൻ എന്നുള്ളൊരു സയൻസ് ആയിട്ട് പഠിക്കാൻ പറ്റിയ നല്ല കാര്യമാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് MBBS പഠിക്കണം താല്പര്യം വന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു നല്ല സ്കോറൊക്കെ കിട്ടി, ഇന്ത്യയിൽ തന്നെ നല്ലൊരു പ്രസ്റ്റീജിയസ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടിയതിനു ശേഷം അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നീറ്റ് റിസൾട്ട് വന്ന അന്ന് തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ലൈക്ക് അദ്ദേഹമായിരുന്നു ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് സംസാരിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം ഭയങ്കര സന്തോഷമായി. സോ ഓക്കെ, അപ്പോൾ വീട്ടിലും അതുപോലെ തന്നെ ഇപ്പോൾ ഫാമിലിയിൽ അതുപോലെ ഇപ്പോൾ MBBS ഒരു ഡോക്ടർ വേറെ ഉണ്ടോ? പേരൻസ് രണ്ടുപേരും ആയുർവേദ ഡോക്ടേഴ്സ് ആണ്. അതെ അതെ. MBBS ഇവരെ ക്ലോസ് റിലേറ്റീവ്സിൽ പിന്നെ എൻ്റെ ഒരു കസിൻ ഇപ്പോൾ MBBS ഇപ്പോൾ ചേരുന്നുണ്ട്. അപ്പം ഈ ഫാമിലിയിൽ മൊത്തത്തിലുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മുടെ MBBS എന്ന് പറഞ്ഞാൽ ഏത് ഫാമിലിക്കും ഒരു അഭിമാനം തോന്നുന്ന ഒരു ഡിഗ്രി ആണല്ലോ കിട്ടുക എന്നുള്ളത്. സോ അത് കേട്ടപ്പോൾ തന്നെ ഫാമിലി എല്ലാവർക്കും, പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരന്റ്സിനും എല്ലാവർക്കും ഭയങ്കര അഭിമാനപൂർവ്വമായിട്ടുള്ള നിമിഷമായിരുന്നു. അപ്പോൾ ഈ +2 ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഗോവിന്ദായിരിക്കുമല്ലോ വീട്ടിൽ അറിയിച്ചത്. അപ്പോൾ വീട്ടുകാരെന്തായിരുന്നു പറഞ്ഞത്? അപ്പൊ വീട്ടുകാർക്ക് ശരിക്കും കുറച്ച് പേടിയായിരുന്നു ആ സമയത്ത്. അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ ആ നിമിഷം തൊട്ട് തന്നെ. പക്ഷെ ബാക്കി എല്ലാവർക്കും വേണോ, നമുക്ക് പ്രൈവറ്റിൽ എവിടെയെങ്കിലും നോക്കണോ, റിപ്പീറ്റ് നടക്കുമെന്നൊക്കെ ആയിരുന്നു പേടി. എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ സ്കോർ 360 ആയിരുന്നു വീട്ടില് +2 കൂടെ എഴുതിയപ്പോ. സോ അതുകൊണ്ട് പ്രൈവറ്റിൽ എവിടെയെങ്കിലും നോക്കണോ, അതും മതി പോരാന്നൊക്കെ ചോദിച്ചിരിക്കുന്നു, അത് വേറെ വല്ല ഡിഗ്രിക്ക് പോകണു. പക്ഷെ എനിക്ക് പാരന്റ്സിന്റെ സപ്പോർട്ടും പിന്നെ എനിക്ക് ബ്രില്യനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടാൽ എനിക്ക് പ്രത്യേകിച്ച് നാട് മാറി വന്ന് ഇവിടെ നിന്ന് താമസിച്ച് പഠിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷണൽ ഫാക്ടർ ആയിരുന്നു അത്.
അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെന്നൈയിലായിരുന്നു, അപ്പോൾ കേരളത്തിലേക്ക് വന്ന് പഠിച്ചപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായോ? പ്രത്യേകിച്ച് ഹോസ്റ്റൽ ആയിരുന്നു, അപ്പം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യും, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മോനുണ്ടായിട്ടുണ്ടായി? ഇല്ല, എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ എന്നുള്ള കാര്യം അത്യാവശ്യം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. സോ അതുകൊണ്ട് ഇതൊരു വലിയൊരു ജേർണി എന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ കാലത്തൊക്കെ ചെറുതായിട്ട് പാരന്റ്സിനൊക്കെ മിസ് ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ പിന്നെ ക്ലാസ് ടീച്ചറും ഡയറക്ടറോടൊക്കെ സംസാരിക്കണ ഇതായിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു കുറെ മനസ്സിലായി ജാനുവരിയിൽ മാത്രം ഒരിക്കൽ പാരന്റ്സിനൊന്ന് പോയി ഒരു 2 ദിവസം പോയി കണ്ടിട്ട് വന്നു. അതല്ലാതെ അവധിക്കൊന്നും വീട്ടിലേക്ക് പോവാതെ ഇവിടെ തന്നെ ഇരിക്കാൻ സാധിച്ചായിരുന്നു. അതിന് ഹോസ്റ്റലും എല്ലാം നല്ലൊരു എൻവയോൺമെന്റ് ആയിരുന്നു. ഏതായിരുന്നു ഹോസ്റ്റൽ? നടക്കൽ ഹോസ്റ്റൽ, ക്യാമ്പസിന് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രത്യേകിച്ച് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പുതിയതാണല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒന്ന് സിങ്കായി വരണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഫുഡൊക്കെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു നമുക്ക്. പ്രത്യേകിച്ച് ലഞ്ചൊക്കെ നമ്മുടെ ഹോസ്റ്റലിലെ ലഞ്ച് ശരിക്കും ഭയങ്കര ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയാൻ ആദ്യത്തെ കുറേ കാലം വലിയ മിണ്ടലും പറച്ചിലൊന്നും ഇല്ല, സീരിയസ് ആയിട്ട് പഠിക്കായിരുന്നു. പിന്നെ പഠിത്തത്തിന്റെ ഒപ്പം തന്നെ നമ്മളും അത്യാവശ്യം സംസാരിക്കലും പുറത്തു പോലും എല്ലാം ഒരേ സമയത്ത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ഇപ്പം ഒരേ സമയം തന്നെ നിങ്ങൾക്ക് പഠിത്തത്തിന്റെ ഒരു സീരിയസ്നെസ്സും അതുപോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അതിനുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ. അതെ, അതില്ലെങ്കിൽ പിന്നെ പഠിത്തം നമുക്ക് കുറെ കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. സോ അതിനുള്ള നമുക്കുള്ള വാഴന്മാരും നമുക്ക് വേണ്ടത്ര ഫ്രീഡം കറക്റ്റായിട്ട് തന്നായിരുന്നു. സോ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ മോൻ എങ്ങനെയായിരുന്നു പഠിക്കാനുള്ള ഒരു ടൈം കണ്ടെത്തിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ റെഫറൻസ് ടൈം കൂടുതൽ കണ്ടെത്തുമായിരുന്നോ, അതോ റൂമിൽ വന്നതിന് ശേഷം ഈ ലേണിംഗ് ആപ്പ് എടുത്ത് അങ്ങനെ പഠിക്കുക? ഞാൻ ഒരു ജാനുവരി മോഡൽ എക്സാം തുടങ്ങിയ പിന്നെയാണ് റെഫറൻസിന് സീരിയസ് ആയിട്ടിരുന്ന് തുടങ്ങിയിരുന്നത്. അതിനു മുമ്പ് ഭൂരിഭാഗവും ഞാൻ റൂമിൽ തന്നെയായിരുന്നു. അതും റൂമിൽ ഞാൻ മോർണിംഗ് ടൈമിലായിരുന്നു. സോ ഏർലി മോർണിംഗ് നീച്ചൊരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് പഠിക്കാനിരിക്കും. സോ അതൊരു മോർണിംഗ് ടൈമിൽ സീരിയസ് ആയിട്ടിരുന്ന് പഠിച്ചിട്ട് പിന്നെ ക്യാമ്പസ് പോയിട്ട് തിരിച്ചു വന്നിട്ട് കുറച്ചൊക്കെ ക്യാമ്പസ്. ലാസ്റ്റ് മോഡൽ എക്സാമിന്റെ സമയമായപ്പോഴേക്കും ഞാൻ ഡെയിലി ഈവനിങ് നൈറ്റൊക്കെ റെഫറൻസിലിരുന്നു അവിടുത്തെ ബുക്സ് ഒക്കെ ആയിട്ട് പഠിക്കലായിരുന്നു. ഫേവറേറ്റ് സബ്ജക്ട് ആയിട്ട് മോനെ തോന്നിയത്? എനിക്ക് പഠിക്കാൻ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്ട് ഫിസിക്സ് ആയിരുന്നു. എന്നാൽ അതേ സമയത്ത് കംസ് ടു എക്സാം അതൊക്കെ വരുമ്പോൾ ബയോളജിയും കെമിസ്ട്രി ഒക്കെ തന്നെ ആയിരുന്നു ഏറ്റവും എക്സാം വൈസ് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റിയത് ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ മാത്തുവിനെ സംബന്ധിച്ച് മാത്തു കോട്ടയംകാരൻ തന്നെയാണ്, രാമപുരത്താണ് വീട്. അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ഈ പഠിക്കുന്ന ഒരു സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു ഒരു ലക്ഷ്യം? ഞാൻ അങ്ങനെ എനിക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പഠിക്കേണ്ടത് തന്നെയായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും കുറച്ച് മാറി പഠിക്കാനൊക്കെയായിരുന്നു. അപ്പം കറങ്ങി തിരിഞ്ഞ് കോട്ടയത്ത് തന്നെ വന്നു. ഇപ്പൊ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. കോട്ടയത്താണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാലോ? ഹോസ്റ്റലിൽ നിൽക്കാൻ തന്നെയാണ് തീരുമാനം. ഓക്കെ. അപ്പോ എന്താണ് വീട്ടുകാരുടെ ഒക്കെ ഒരു അഭിപ്രായം നീറ്റിന് ശേഷം, അതുപോലെ ഇപ്പൊ റിസൾട്ട് വന്നതിന് ശേഷമൊക്കെ? റിസൾട്ട് വന്നപ്പോ എല്ലാവരും ഹാപ്പി ആയിരുന്നു. റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് കോഴിക്കോട് പോകണം, ട്രിവാൻഡ്രം പോകണം എന്നൊക്കെയാണ്. പക്ഷെ ഇവര് നിർബന്ധം കാരണം ഞാൻ ഒരു അവസാനം കോട്ടയം തന്നെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ തന്നെ നല്ല മെഡിക്കൽ കോളേജുകൾ ഒന്നാണല്ലോ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള. അപ്പോൾ എങ്ങനെയായിരുന്നു മോന്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? ഈ പറയുന്ന പോലെ ഡേ സ്കോളർ ആയിരുന്നു ബ്രില്യന്റിൽ? ഞാൻ ഡേ സ്കോളർ അല്ലായിരുന്നു, ഹോസ്റ്റലായിരുന്നു. നടക്കൽ ഹോസ്റ്റൽ തന്നെയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ് എന്ന് പറയാമോ? ഞാനും അങ്ങനെ രാത്രി അധികം പഠിക്കുന്ന ആളല്ലായിരുന്നു. മെയിനായിട്ട് രാവിലെ എണീറ്റ് ഒരു 5 മണി 6 മണി ആ ഒരു സമയത്ത് എണീക്കും, പഠിക്കും. റൂംമേറ്റ്സ് ആയിരുന്നോ? അല്ല, ഞങ്ങളുടെ റൂം അടുത്തായിരുന്നു, പക്ഷെ റൂംമേറ്റ്സ് അല്ലായിരുന്നു. പക്ഷെ എപ്പോഴും ഒരുമിച്ച് റൂമിലൊക്കെ തന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ ആയിരുന്നു, ഒരുമിച്ചായിരുന്നു എപ്പോഴും മിക്കവാറും തന്നെ. റെഫറൻസിന് പോകാനുള്ള ഞങ്ങൾ ഒരുമിച്ച് ആയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോ വീക്കിലി എക്സാംസ് മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ഞങ്ങൾ അത് കഴിഞ്ഞ് പാതിരാത്രി വരെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതൊക്കെ ആയിട്ട് അങ്ങനെ പോയായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ശരിക്കും റിയൽ നീറ്റ് പോലോട്ട് വന്നപ്പോഴത്തേക്കും ഗുണം ചെയ്തില്ലേ? ഒരുപാട് ഗുണം ചെയ്തു. ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ഇപ്പം ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ ഞങ്ങള് ചിലപ്പം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മാത്രം കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതിനോട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അന്നേരം ഞങ്ങൾ ആരെങ്കിലും ഒരാൾ അത് പറയും, പിന്നെ ഞങ്ങൾ അതെങ്ങനെയാ അങ്ങനെ ചോദിച്ചാൽ അതിലേക്ക് പോകും. അങ്ങനെ ഇഷ്ടംപോലെ ബ്രെയിൻ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെയും കൂടി ഒരു ഫലമാണ് ഇപ്പോ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പൊ മാത്തുവിന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? എന്റെ സ്കൂളിംഗ് +1 +2 ഒക്കെ ഞാൻ മേരിഗിരി കൂത്താട്ടുകുളത്തായിരുന്നു. ബാക്കി 10th വരെ ഞാൻ ഇവിടെ ചൂണ്ടച്ചേരി സാന്റ് ജോസ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞു അവിടെയായിരുന്നു. സ്കൂളിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ മെഡിസിൻ എന്നുള്ള ഒരു? MBBS എന്നുള്ളത് ഞാനിവിടെ ഫൗണ്ടേഷൻ ബാച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്ക് MBBS എനിക്കിപ്പോ അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ MBBS ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഏതേലും അങ്ങനെ ഇതിലേക്കായിരുന്നു. MBBS താല്പര്യം ഉണ്ടായിരുന്നോ? കണക്കിനോട് അധികം ഇല്ലായിരുന്നു. അതുകൊണ്ട് വീട്ടുകാരിങ്ങനെ MBBS-ലേക്ക് തന്നെ വിട്ടത്. MBBS നോക്കോ പറഞ്ഞു വിട്ടത് വീട്ടുകാർ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാനിവിടെ +1 ഹൈബ്രിഡ് ബാച്ചിൽ ജോയിൻ ചെയ്തു ബ്രില്യന്റെ. അത് പക്ഷെ സാറ്റർഡേ സൺഡേ ആയിരുന്നു. അപ്പം സ്കൂളിന്റെ കൂടെ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഫസ്റ്റ് നീറ്റ് എഴുതിയപ്പോൾ 512 ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാനോട് തന്നെ വന്നു. കഴിഞ്ഞ് ഇപ്പം 691 വന്നു. 691. വീട്ടിൽ ആരൊക്കെയാണ് മുന്നുള്ളത്? എനിക്ക് ചേച്ചിയുണ്ട്, പിന്നെ ഫാദറുണ്ട്, മദറുണ്ട്. അവരെന്ത്? ഫാദറും
ഫാദർ അഡ്വക്കേറ്റ് ആണ്, പാലയിൽ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മദർ ടീച്ചറാണ്, മലപ്പുറത്താ, ഗവൺമെന്റിലാ. ചേച്ചി ഇപ്പം MA കഴിഞ്ഞു, ബാങ്ക് ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. എക്കണോമിക്സ്. ഇല്ല, ക്ലോസ് റിലേറ്റീവ്സ് ആരും ഇല്ല. പിന്നെ ഒരു അങ്കിൾ ഉണ്ട്, കോട്ടയത്ത് പഠിച്ചതാണ്. അപ്പം എങ്ങനെയായിരുന്നു അപ്പോ ഈ ഒരു ഫാമിലിയിലേക്ക് ആദ്യത്തെ ഡോക്ടർ വരികയാണെന്നുള്ളത്? അപ്പോ എങ്ങനെയായിരുന്നു ഫാമിലിയിലുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു റെസ്പോൺസ്? ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര വിളിച്ച് ഭയങ്കര കൺഗ്രാറ്റുലേറ്റ് ചെയ്യലും ഒക്കെ ആയിരുന്നു. ഫാമിലിയിലാണല്ലോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു, പ്രത്യേകിച്ച് ഗ്രാൻഡ് പേരൻസ് പറഞ്ഞ പോലെ തന്നെ. അപ്പം ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ ഒരാഗ്രഹമായിരുന്നു ഡോക്ടർ ഒരാൾ വേണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ. പിന്നെ ഇനിയിപ്പോ ബെർലിനിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയായിരുന്നു ബെർലിനിലെ ഒരു ജേണി? പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ നിങ്ങൾ വീണ്ടും ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പറയാമോ? പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇന്റർവെല്ലിന് ഇതുപോലെ ക്യാമ്പസിൽ കൂടെ ഒക്കെ ചുമ്മാ ഇറങ്ങി നടക്കലും എന്തെങ്കിലും പോയി കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇതിലെ നടന്നു വന്നപ്പോ അതൊക്കെ ഓർത്തു. അങ്ങനെ ക്യാമ്പസിലാണെങ്കിലും ഞങ്ങൾ റെഫറൻസിന് പഠിക്കാൻ വരുന്നതൊക്കെ അതിലിപ്പം സ്റ്റീഫൻ സാറിന്റെ കൂടെ അതിൽ നടന്നപ്പോ അതൊക്കെ ഓർത്തു. അങ്ങനെ ഞങ്ങൾക്ക്. ഓക്കെ. മോന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു? എന്റെ ഫേവറേറ്റ് സബ്ജക്ട് കെമിസ്ട്രി ആയിരുന്നു. അപ്പം കെമിസ്ട്രി പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല, എനിക്ക് കെമിസ്ട്രി ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അഡ്മിഷൻ കിട്ടിയതിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയോ? അഡ്മിഷൻ എടുത്തതിന് ശേഷം പോയില്ല, അഡ്മിഷൻ എടുക്കാൻ പോയതേ ഉള്ളൂ, പിന്നെ പോയില്ല. അപ്പോ അവിടെ ചെന്നപ്പം എന്തായിരുന്നു ഒരു അനുഭവം? അവിടെ ചെന്നപ്പോ സീനിയേഴ്സിന് കുറെ പേരൊക്കെ കണ്ടു, എല്ലാവരും നമ്പറൊക്കെ തന്നു. പിന്നെ ബ്രില്യന്റിലാന്ന് പറയുമ്പോൾ സീനിയേഴ്സ് എല്ലാവരും തന്നെ ബ്രില്യന്റിലാണ്. അപ്പൊ പിന്നെ അതിങ്ങനെ പറയുമ്പോ അവര് പെട്ടെന്ന് പരിചയപ്പെട്ടു എല്ലാവരുമായിട്ടും. അങ്ങനെ ഹോസ്റ്റലാണേലും ഹോസ്റ്റലൊക്കെ ഞാൻ പോയി കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുമാതിരി എല്ലാവരും തന്നെ ബ്രില്യന്റ് എന്നുള്ളവരാ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കുടുംബം തന്നെ ആയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ പരിചയപ്പെടാനൊന്നുമില്ല. ഈ വർഷ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഗോവിന്ദ് മാത്തു രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ ഇതുപോലെയൊക്കെ തന്നെ MBBS എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ്, ഒരു ക്യാമ്പസ് ലൈഫിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഠനവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. ഒപ്പം ഈ ഒരു സൗഹൃദവും കൂടെ കൊണ്ടുപോകണം. ഉണ്ടാവുമല്ലോ? ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനി ഭാവിയിലും ഇതുപോലെ തന്നെ നല്ലൊരു കരിയർ MBBS മെഡിക്കൽ മേഖലയിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ വീണ്ടും ബ്രില്യന്റിലേക്ക് വരണം. അതിനുശേഷം പഠിക്കുന്ന ഇടയ്ക്ക് ഗ്യാപ്പിലൊക്കെ ഇവിടെ വരിക, അധ്യാപകരെയൊക്കെ കാണുക. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.